ഹിന്ദിയിൽ ഒരു ക്രിയ എങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ മതി. അത് നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിനായി നമുക്കൊരു ക്രിയ കൊണ്ടുവരാം. ബോൽന. ബോൽനയിലെ ന മാറിയാൽ ബോൽ, പറ. ബോൽന, പറയുക. ബോൽ, പറ. ബോലോത്തോ, പറയൂ. സി ഡിയോട് ബോൽ പറഞ്ഞു എന്നിട്ടും പറയുന്നില്ലെങ്കിൽ ബോലോത്തോ പറയാം, അല്ലെങ്കിൽ ബോൽന പറയാം. അപ്പോൾ സഹി കേട്ടാൽ ബോൽന പറയാം. പറ, പറയൂ, പറഞ്ഞേ പറ്റൂ എന്നർത്ഥത്തിൽ. എപ്പോഴാണ് ഈ രീതിയിൽ ഉപയോഗിക്കുന്നത്? ആരെ കൊണ്ട് എന്തെങ്കിലും പറയിക്കാൻ. ബോലോ അല്ലെങ്കിൽ ബോൽ, പറഞ്ഞിട്ടും പറയുന്നില്ലെങ്കിൽ ബോൽന. ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ കൊടുത്ത് പറയാം. പറയൂ, പറഞ്ഞാട്ടെ, പറയാത്തത് എന്താണെന്നുള്ള അർത്ഥത്തിൽ. ഇതിനോടുകൂടെ താ ചേർത്താൽ ബോൽത്ത, പറയുന്നു, അറിവ് കൊടുക്കുന്ന വാക്യങ്ങളിൽ ഉപയോഗിക്കുന്നു. മുൻപ് പറഞ്ഞതോ ആദേശമായിട്ട് അല്ലെങ്കിൽ അപേക്ഷയായിട്ട് പറയുമ്പോൾ പറഞ്ഞാലും അല്ലെങ്കിൽ പറ, ഒരു ഓർഡർ പോലെയാണത്, ഓർഡറായിട്ടാണത്. ഇപ്പോൾ ബോൽത്തായോ ഒരറിവ് കൊടുക്കുന്ന വാക്യമായി വരുമ്പോൾ അവൻ പറയുന്നു, വഹു ബോൽത്ത. അവൻ പറയുന്നുണ്ട്, വഹു ബോൽത്ത ഹേ. അവൻ എന്നോട് മിണ്ടുന്നില്ല, വഹു മേരേസെ ബോൽത്ത നഹി. അപ്പോൾ ബോൽത്ത, ബോൽന, പറയുക, മിണ്ടുക എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം. അച്ഛൻ അമ്മയോട് മിണ്ടുന്നില്ല. അച്ഛൻ അമ്മയോട് മിണ്ടുന്നില്ല. പാ മാസെ ന ബോൽത്ത. മിണ്ടുന്നില്ല. ബാത്തെ നഹി കർത്ത, കാര്യം പറയുന്നില്ല, സംസാരിക്കുന്നില്ല. ചിലരൊക്കെ ബോൽത്തായിലെ താ ഉച്ചാരണം മാറ്റി രഹ ഉച്ചാരണം കൊടുത്തു പറയും. ബോൾ റഹാ ഹേ അല്ലെങ്കിൽ ബോൾ റാഹേ. അപ്പോൾ പറഞ്ഞു അല്ല എന്നല്ല, പറയുന്നു, പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്, എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പോൾ പ്രസൻറ്റിൽ താ കൂടുതൽ ചേർന്നതായിരിക്കുമ്പോഴും സംസാരത്തിൽ താ പായുടെ ഉച്ചാരണം കൊടുക്കാതെ രഹ പറയുന്നവരുമുണ്ട്. അച്ഛൻ അമ്മയോട് ഇരിക്കുന്നില്ല, അച്ഛൻ അമ്മയോട് മിണ്ടുന്നില്ല എന്നുള്ളത്. അപ്പോൾ പറയുന്നതിനും മിണ്ടുന്നതിനുമൊക്കെ ബോൽന എന്ന വാക്ക് ഉപയോഗിക്കുന്നു. ചിലരൊക്കെ കേൾപ്പിക്കുന്നതിന് പോലും ഈ വാക്കാണ് ഉപയോഗിക്കുന്നത്. അവൻ എന്നോടൊരു കഥ പറഞ്ഞു. വാഹു മെരക്കോ ഈ കഹാനി സുനായ എന്നതിന് പകരമായി കഹാനി ബോല എന്ന് പറയുന്നവരുമുണ്ട്. അപ്പോൾ കേൾപ്പിക്കുന്നതിന് സുനായ, പറയുന്നതിന് വേണം ബോൽന. കഴിഞ്ഞുപോയ കാലത്തിൽ പറയുമ്പോൾ ബോല, ബോലാഥ. എന്ത് ചെയ്യാനാ? ബോൽന, കഹന, സുനാന, ബത്താന ഇതെല്ലാം നമ്മൾ അറിഞ്ഞു അറിയാതെ കൂട്ടിക്കുഴച്ചിട്ടിരിക്കുകയാണ്. ആജ്ഞയായോ അല്ലെങ്കിൽ അറിവ് കൊടുക്കുന്ന വാക്യങ്ങളിൽ ഉപയോഗിക്കുന്നത് പോലെ ചോദ്യരൂപത്തിൽ വരുന്ന വാക്യങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാം. വഹ് തേരെ കാൺമേ ക്യാ ബോല. അയാൾ അല്ലെങ്കിൽ അവൻ നിന്റെ ചെവിയിൽ എന്താ പറഞ്ഞത്? ചോദ്യമാണ്. ക്യാ ബോല. അപ്പോൾ ബോൽന എന്ന വാക്ക് ബോൽ അല്ലെങ്കിൽ ബോലോ അത് ഓർഡറിനായി അല്ലെങ്കിൽ റിക്വസ്റ്റിനായിട്ട് ഉപയോഗിക്കുന്നു. അതുപോലെ അറിവ് തരുന്ന ഒരു കാര്യം പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു അറിവ് തരുന്ന വാക്യത്തിലും ഉപയോഗിക്കുന്നു. ചോദിച്ചെന്തെങ്കിലും അറിയുവാനായിട്ടുള്ള വാക്യങ്ങൾ, ക്വസ്റ്റ്യൻ ആയിട്ടുള്ള സെൻറ്റൻസുകളിലും ഈ വാക്ക് ഉപയോഗിക്കുന്നു. പാസ്റ്റിലോ പ്രസൻറ്റിലോ ഫ്യൂച്ചറിലോ ഒക്കെ ആകാം. ഞാൻ പറയുന്നുണ്ട്, മേ ബോൽത്താഹും, ഞാൻ പറഞ്ഞു, മേ ബോല, ഞാൻ പറയും, മേ ബോലുങ്ക. ഇങ്ങനെ ബോലോ, പറ, ബോല, പറഞ്ഞു, ബോലൂങ്ക അല്ലെങ്കിൽ ബോലേഗ, പറയും. പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബോൾ റഹാഹെ, പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നെങ്കിൽ ബോൾ റഹാത്ത, പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും.
ഇതുപോലെ എല്ലാ ക്രിയകളും പല വിധത്തിൽ പാസ്റ്റിലും പ്രസന്റിലും ഫ്യൂച്ചറിലുമൊക്കെ കാര്യം പറഞ്ഞു ജയിപ്പിക്കുവാനും അറിവ് കൊടുക്കുവാനും ചോദിച്ചറിയുവാനും ഒക്കെയുള്ള വാക്യങ്ങളിൽ ഉപയോഗിച്ചു വരുന്നു.